ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അടിപൊളി ഒരു മുളകിട്ട മീൻ കറി വെച്ചാലോ. ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. മീനെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട്. ഇൻഗ്രീഡിയൻസ് നോക്കാം. തക്കാളി, പച്ചമുളക്, ഇഞ്ചി, ചെറിയുള്ളി ചതച്ചത്, കറിവേപ്പില. ഇനി മൺചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി നന്നായി വഴണ്ടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ചെറിയുള്ളി കൂടുതൽ ഇട്ട് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഉള്ളി വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചതച്ചതും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. എല്ലാം ഏകദേശം ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നന്നായി വഴണ്ടതിന് ശേഷം ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം കൊടംപുളി വെള്ളത്തിലിട്ടത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതുപോലെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മീനൊന്ന് വേവിക്കാം. ഇതുപോലെ തിളച്ചതിന് ശേഷം ഒന്ന് അടച്ച് വേവിക്കാം. മീനെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില തണ്ടും കൂടി ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് അടച്ച് വെക്കാം 5 മിനിറ്റ്. മുളകിട്ട് മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.